അങ്ങനെ ഈ സീസൺ ഷാജി പാപ്പാൻ തൂക്കി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആട് 3 അങ്ങനെ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് 3. 1 ലിറ്റർ നിർത്തണ്ട, ഒരു 10 ലിറ്റർ എടുത്തേ. ഒരു കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്നതായിരിക്കും ഈസി ആയിട്ട് ഈ സിനിമയ്ക്ക് എനിക്ക് പറയാനുള്ളത്. സംവിധായകനോ നിർമ്മാതാവോ ആരും ആയിക്കൊള്ളട്ടെ, ആട് 3യിലെ കഥാപാത്രങ്ങളെ കാണുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു മലയാളികൾ ഏറെയും. അവരെ ഒന്നും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ക്യാമറ, സ്റ്റണ്ട്, മ്യൂസിക് ഇതൊക്കെ എടുത്തു പറയേണ്ട സംഭവങ്ങളാണ്. വിജയ് ബാബുവിൻ്റെ സിനിമയെന്ന് പറയണോ, അതോ ജയസൂര്യയുടെ സിനിമയെന്ന് പറയണോ, അതോ അതിലൊക്കെ ഉപരി നമ്മൾ കാത്തിരുന്ന ആട് 3യുടെ ആദ്യത്തെ വെർഷനായിട്ടാണ് ഇത് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ സിനിമ വൻ വിജയമാക്കിയ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വിജയ് ബാബുവും വേണു കുന്നപ്പള്ളിയുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഷാൻ റഹ്മാനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു പടത്തിന് വേണ്ട എല്ലാ ചേരുവകളും അദ്ദേഹം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പടം തുടക്കത്തിൽ ഇച്ചിരി സ്ലോയും റിപ്പീറ്റേഷനും ഒക്കെ തോന്നുമെങ്കിലും പടം തുടങ്ങി ഒരു പകുതി കഴിയുമ്പോഴത്തേന് ആ ലെവലൊക്കെ മാറി ഒരു സൂപ്പർ ഹിറ്റിലേക്ക് ഇത് മാറുന്ന ലെവലാണിത് വരുന്നത്. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണിത്. കോമഡി എൻ്റർടൈനറായിട്ട് മാത്രം ഈ സിനിമ കാണുക എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു ഫോർ വാച്ചിങ്.